ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് ടോറസിൻ്റെ സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻ, നക്ഷത്രം സൈൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും ബാധിക്കില്ല. ചിലത് റെസൊനേറ്റ് ആവും, ചിലത് റെസൊനേറ്റ് ആവില്ല. അപ്പോൾ റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ ആയിട്ട് കൺസൾട്ടേഷൻ വേണം, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എന്താ വെച്ചാൽ പേഴ്സണൽ കൺസൾട്ടേഷൻ പെയ്ഡ് സെഷനാണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ മാസം എങ്ങനെയായിരിക്കും എന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഹാങ്ഡ് മാൻ ആണ് ഈ മാസം. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ എനർജി ഉള്ളത്? പാസ്റ്റിൻ്റെ എനർജി നിങ്ങളുടെ ഏസ് ഓഫ് സോഡ്സ് ആയിരുന്നു. കറണ്ട് എനർജി ഏപ്രിൽ മാസത്തിൻ്റെ ഏസ് ഓഫ് കപ്സ് ആണ്. ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവാൻ പോണേ? ഫ്യൂച്ചറിൽ 8 ഓഫ് വാൻഡ്സ്. നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം എന്തായിരിക്കും? ചാലഞ്ച് നിങ്ങൾക്ക് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. എന്താണ് നിങ്ങളുടെ അഡ്വൈസ്? ഈ മാസം അഡ്വൈസ് വരണത് വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ എന്താണ്? അറിയാത്ത എന്താ ഉണ്ടാവാൻ പോണേ? സർപ്രൈസ് ഫാക്ടറിൽ 3 ഓഫ് സോഡ്സ് ആണ്. ഔട്ട്കം ഈ കാർഡ്. ഇത് നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ ടോറസ് ഹാങ്ഡ് മാൻ ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഹാങ്ഡ് മാൻ ഒരു പോസിൻ്റെ എനർജിയാണ്. എന്ന് വെച്ചാൽ കാര്യങ്ങൾ ഈ മാസം കുറച്ച് സ്ലോ ആയിരിക്കും. ഇത് നിങ്ങൾ വേണിച്ചിട്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു എനർജിയിലുള്ളത്. പറഞ്ഞാൽ അത് പുറത്തുള്ള സർക്കംസ്റ്റാൻസസ് അല്ല, നിങ്ങൾ തന്നെ കുറച്ച് ലൈഫിൽ ഒരു ബ്രേക്ക് എടുക്കണ എനർജി മാതിരി തോന്നുന്നു. എല്ലാത്തിലും ഒരു ധൃതിയില്ല. പറഞ്ഞാൽ എല്ലാം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കുറേ സമയം എടുത്തിട്ടാണ് മുമ്പോട്ടേക്ക് പോകണേ. അപ്പോൾ ഞാൻ കാണുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ കാരണമാണ് ഈ മാസം കുറച്ച് സ്ലോ ആവണേ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് സമയം വേണം ഇതൊക്കെ മനസ്സിലാക്കാൻ. ഈ ഉണ്ടായ കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ഇത് ഹീലിംഗിൻ്റെ എനർജിയാണ്. ഒരു സിറ്റുവേഷനിൽ വേറെ രീതിയിൽ നോക്കണ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ചിൻ്റെ എനർജിയാണ് ഇത്. അപ്പോൾ ഈ മാസം കുറേ ഒരു സ്പിരിച്വൽ എനർജിയുമാണ്. എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കുറേ ലൈഫ് ലെസൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കണു. അപ്പോൾ ഹാങ്ഡ് മാൻ ഇവിടെ എന്താണ്? ക്വീൻ ഓഫ് കപ്സ്. ഇവിടെ ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി കുറേ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊരു വാട്ടർ സൈൻ്റെ കൂടെ, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോയുടെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഞാനിവിടെ കാണുന്നത് കുറേ ഫെയിം, പോപ്പുലാരിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ മാസം. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ എന്തോ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി. ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, കുറേ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു ആ സിറ്റുവേഷൻ. ഇത് നിങ്ങളുടെ കരിയറിലാവാം, അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം. ഒന്നും മുമ്പോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു സഡൻലി ഒരു ഐഡിയ കിട്ടിയ, ഇല്ല വെച്ചാൽ ഒരു ക്ലാരിറ്റി വന്നേ. ഒരു പുതിയ ഒരു തുടക്കത്തിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത് പാസ്റ്റിൽ ഉണ്ടായത്. അപ്പോൾ ഈ പുതിയ തുടക്കം എന്ന് വെച്ചാൽ ഞാൻ കാണുന്നത് എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടാണ് ഈ പുതിയ തുടക്കം വന്നിരിക്കണേ. അപ്പോൾ നിങ്ങൾ ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുത്തു. ഓക്കെ, ആ തീരുമാനം ഒരു ഈസി ഡിസിഷൻ ആയിരുന്നില്ല. ചിലവർക്ക് ഒരു റിലേഷൻഷിപ്പിൽ എൻഡിങ് ഉണ്ടായി. അതല്ല വെച്ചാൽ ഒരു ജോലിയിൽ നിങ്ങൾ ഹാപ്പി അല്ലാന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തു. എന്ന് വെച്ചാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. പക്ഷെ ഫൈനലി നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി അത് ഞാൻ ഈ സിറ്റുവേഷനിൽ ഹാപ്പി അല്ല, എനിക്കിപ്പോൾ ഇത് വിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കണോ. എന്തോ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു
എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഏപ്രിൽ ആവുമ്പോഴേക്കും നിങ്ങൾ ഈ പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കാം. അതല്ലച്ചാൽ റെഡി അല്ലാച്ചാലും ഈ പുതിയ തുടക്കം ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു റിലേഷൻഷിപ്പ് തുടക്കമാണ്, ഒരു പുതിയ റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഫൈനലി ഒരു കുറേ പീസ്ഫുൾ എനർജിയിലേക്കാണ് പോണത്. നിങ്ങൾ ഫൈനലി നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണേ. ഇപ്പോൾ ഈ പുതിയ പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യണത് ട്രാവലിൻ്റെ സമയത്തായിരിക്കാം. നിങ്ങൾ എവിടെയോ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ പേഴ്സണെ മീറ്റ് ചെയ്യണേ. അതല്ല ഈ പേഴ്സൺ വേറെ എവിടുന്നോ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണോ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഞാൻ കാണുന്നുണ്ട്. കുറേ ട്രാവൽ എനർജി ഉണ്ട്. ഇപ്പോൾ ട്രാവൽ അല്ലച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ എന്തോ ലൈഫിൽ ഒരു ആക്സെപ്റ്റൻസ് വന്നു. അത് ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ലൈഫിൽ ഉണ്ടായി, ഇപ്പോൾ എനിക്ക് മുമ്പോട്ടേക്ക് പോകണം. ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യണത്. ജെമിനൈ എനർജി ഇവിടെ കാണാണ്ട് ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകണു. ഈ പേഴ്സണെ മീറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ മുമ്പത്തെ മാതിരി ഒരു ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, കുറേ പറഞ്ഞ ഒരു ബ്ലോക്ക് ഇല്ലാണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ടേക്ക് പോവുക. അപ്പോൾ 8 ഓഫ് wands ഉണ്ട് ഇവിടെ, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നു. ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ഉണ്ട്. ചിലവർക്ക് പുതിയ ജോലി ഉണ്ട്. ഈ പുതിയ ജോലിയിൽ കുറേ ട്രാവൽ ഉണ്ടാവാം. കിങ് ഓഫ് കപ്സ്, നിങ്ങൾ ഫൈനലി ഇമോഷണലി ഒരു നല്ല ബാലൻസ്ഡ് എനർജിയിലേക്കാണ് പോണത്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ആദ്യം കാണാണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ മീറ്റ് ചെയ്യണ പേഴ്സൺ ഒരു ജെമിനായി ആയിരിക്കാം, അതല്ല ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ആവാം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ എന്തോ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പക്ഷെ അതുതന്നെയാണ് നിങ്ങൾക്ക് ചാലഞ്ചായിട്ട് കാണുന്നത്. അതെന്തുകൊണ്ടാണ് ഒരു ചാലഞ്ച്? സൺ എനർജി, ക്ലാരിറ്റിയും അബണ്ടൻസിൻ്റെ എനർജിയാണ് ഇത്. ഹൈറോഫാണ്ട്. അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ചില ബിലീഫ്സ് ഉണ്ടായിരുന്നു, ചില ട്രഡീഷൻസ്, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അല്ല നിങ്ങളുടെ ഫ്യൂച്ചറിൽ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരീഡ് ആയിരിക്കാം. അപ്പോൾ ഒരു ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അത് മുമ്പേ നിങ്ങൾ ഒട്ടും അങ്ങനെ ഒരു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല നടക്കണത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ചില കോർ കോൺസെപ്റ്റ്സ് ഒക്കെ ചേഞ്ച് ആവണു. ഓക്കെ, മുമ്പേ നിങ്ങൾ ഒട്ടും അത് കൺസിഡർ ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ തുടങ്ങണു. അപ്പോൾ അതിൽ കുറച്ച് നിങ്ങൾക്കൊരു വിഷമമുണ്ട്. എന്താ വെച്ചാൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവണത് ഈസി അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാവർക്കും ഡിവോഴ്സ് ഉണ്ടാവും എന്നല്ല ഞാൻ പറയണേ കേട്ടോ. പക്ഷേ ഞാൻ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞേലൂ. അപ്പോൾ അങ്ങനത്തെ ചില ബിലീഫ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് അതൊക്കെ മാറണു. അതൊക്കെ ഒരു മാറ്റം വരണു. അതിൽ നിങ്ങളുടെ ചിലവർക്ക് ഒരു റിലീജിയസ് ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിൽ, അതിലൊരു ചേഞ്ച് വരണു, ഒരു മാറ്റം വരണു. നിങ്ങളുടെ മാരേജിനെ കുറിച്ച് ചില തോട്ട്സ് ഉണ്ടായിരുന്നു, അതിൽ എന്തോ ഒരു മാറ്റം വരണു. അപ്പോൾ എന്തോ ഒരു വലിയ മാറ്റം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവാം. നിങ്ങളുടെ അഡ്വൈസ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ അഡ്വൈസ് പറയണത് എന്താ വെച്ചാൽ യൂണിവേഴ്സും പറയണത് ഇത് ഡെസ്റ്റിൻഡ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതൊക്കെ ഒരു ഡെസ്റ്റിനിയുടെ കളിയാണ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പറഞ്ഞാൽ വേറെ ഒരു മാർഗവും നിങ്ങൾക്ക് ആ ഫ്ലോയിൽ പോകാനാണ് യൂണിവേഴ്സ് പറയണേ. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് തരത്തിൽ വരാൻ പോകുന്നുണ്ട്. എന്തോ ഒരു പോസിറ്റീവ് ന്യൂസ് വരാൻ പോകുന്നുണ്ട്. സ്റ്റാർ ഒരു ഹോപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു നല്ല സമയം വരാൻ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒട്ടും അത് എക്സ്പെക്റ്റഡ് രീതിയിലായിരിക്കില്ല. അപ്പോൾ ഹെർമിറ്റ് എനർജി യൂണിവേഴ്സ് പറയണത് ഹീൽ ചെയ്യുക,
പാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഉണ്ടായത് അതിനൊക്കെ ഒരു ലെസൺ ആയിട്ട് എടുക്കുക അത് ലൈഫിൽ ആൻഡ് മുമ്പോട്ടേക്ക് പോവുക. നിങ്ങൾ കുറേ വൈസാണ്, നിങ്ങൾക്ക് കുറേ വിസ്ഡം ഉണ്ട്, ലൈഫിൻ്റെ ചില എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഒരു പോസിറ്റീവ് തരത്തിലെടുത്ത് മുമ്പോട്ടേക്ക് പോവാം. ഇപ്പോൾ 3 of Swords ആണ് സർപ്രൈസ് ഫാക്ടറായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞ മാതിരി ചിലവർക്ക് ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഉണ്ടായി. പറഞ്ഞാൽ നിങ്ങൾ ഒട്ടും അതങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് പോലും ഇല്ല അതിങ്ങനെ ഉണ്ടാവും എന്ന്. അപ്പോൾ ഇതൊരു സർപ്രൈസ് ഫാക്ടർ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു ഹീലിംഗ് എനർജി കാണുന്നുണ്ട് ഞാനിവിടെ, ഒരു ബിട്രിയലിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഒരു ബ്രേക്കപ്പ് ഇല്ലാച്ച ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിന് നിങ്ങൾ ഹീൽ ചെയ്യണു. ഞാനൊരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്കൊരു ജോലി നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് ഒരു ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ ഒരു പുതിയ ജോലിക്ക് പോകും. പുതിയ ജോലിയല്ല, ഒരു ഫ്രീലാൻസർ മാതിരി. ഓക്കെ, ഒരു ഇൻഡിപെൻഡൻ്റ് എനർജി കാണുന്നുണ്ട്. സൂക്ഷിക്കാനുള്ളത് എന്താ വെച്ചാൽ കുറേ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഇപ്പോഴും കാണാണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പാസ്റ്റ് പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു നെഗറ്റീവ് എനർജീസ് ഉണ്ട്, അവരുടെ കൂടെ വഴക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാണ്ട് നിങ്ങളൊരു ജോലി വിട്ടിട്ടാണ് പോണെച്ചാൽ അവിടെ കുറച്ചൊരു വഴക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഡ്രാമയിൽ നിങ്ങൾ ഇൻവോൾവ് ആവാണ്ട് അതിനെ വിട്ടുപോവുക. പറഞ്ഞാൽ അതിനെ അതിൽ നിങ്ങളുടെ എഫേർട്ടും എനർജിയും ഒന്നും ഇടാൻ നോക്കണ്ട. എന്താ വെച്ചാൽ അത് കൂടുതൽ നെഗറ്റീവ് ആവുകയുള്ളൂ. നിങ്ങളുടെ ഔട്ട്കം പറയുന്നത് 8 of Swords ആണ്. അപ്പോൾ 8 of Swords ഒരു സ്റ്റാഗ്നൻസിയുടെ എനർജിയാണ്. നിങ്ങൾക്ക് ഈ മാസം കുറേ കാര്യങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ടേക്ക് പോകണ്ടേന്ന് മനസ്സിലാവില്ല. പക്ഷേ ഇവിടെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഒരു സ്റ്റാഗ്നൻറ്റ് ഫേസിന് നിങ്ങൾ പുറത്തു വരാൻ പോകുന്നുണ്ട്. 6 of Cups ഒരു പാസ്റ്റ് എനർജി ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾ ഇടയ്ക്ക് ഈ പാസ്റ്റിൻ്റെ അടുത്തേക്ക് പോകണു, പാസ്റ്റ് പേഴ്സണിൻ്റെ അടുത്തേക്ക് റീകണക്ട് ചെയ്യണു. ആ ഒരു സൈക്കിളിലായിരുന്നു നിങ്ങൾ കുറേ കൊല്ലം വരെ, പറഞ്ഞാൽ കുറേ സമയം വരെ ആ സെയിം സൈക്കിളിൽ നിങ്ങൾ കണക്ട് ചെയ്യുക, ഡിസ്കണക്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ സൈക്കിളിൽ നിന്ന് പുറത്തു വരണു. ആൻഡ് ഞാൻ കാണുന്നത് കുറച്ചൊരു പേഷ്യൻ്റ്ലി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട്. കുറച്ചൊരു വഴക്കിൻ്റെ എനർജി കാണാണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇത് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഒരു വഴക്കുണ്ടാവാം. അതല്ലച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, അതെനിക്ക് ഇത് ഞാൻ ചെയ്യണത് ശരിയാണോ അല്ലേന്ന്. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട്, നല്ലൊരു പുതിയ തുടക്കം, ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് എല്ലാം ഒരു ഡെസ്റ്റിനിയാണ്. അത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ടോറസ്. ഞാനിവിടെ നിങ്ങൾക്ക് മെസ്സേജ് എടുക്കണത് എന്താ വെച്ചാൽ ഇവിടെ വന്ന മെസ്സേജ് അബണ്ടൻസിൻ്റെ ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ അബണ്ടൻസ് വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് റെഡി ആവുക. ഈ മാസം കുറച്ചൊരു പേഷ്യൻ്റ്ലി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറും നല്ല ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.